ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒരു വൈകുന്നേരത്തെ ചായക്കടിയുടെ വിശേഷമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ അരി കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു, പച്ചരി കുതിർത്താൻ വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതെടുത്ത് കഴുകി മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് കലത്തപ്പമാണ് കേട്ടോ. നമ്മുടെ മലബാറുകാരുടെ സ്വന്തം കലത്തപ്പമാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഇതിലേക്ക് ഞാൻ 3 ചെറിയ സ്പൂണ് വേവിച്ച് വെച്ചിട്ടുള്ള ചോറുണ്ടല്ലോ, നമ്മൾ റൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചോറ് നമ്മൾ സാധാ ചോറില്ലേ, അത് ഏതരിയുടെ ആണെങ്കിലും കുഴപ്പമില്ല, അതൊരു 3 സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, കലത്തപ്പത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ജീരകം, അതുപോലെ ഏലയ്ക്ക തൊലി കളഞ്ഞിട്ട് അതിൻ്റെ കുരുവും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ മാവ് ദാ ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആവശ്യത്തിന് ശർക്കര എടുത്തിട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര എടുക്കാം കേട്ടോ. ഒത്തിരി മധുരമാകുമ്പോൾ നമ്മുടെ കലത്തപ്പത്തിന് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. നിങ്ങളുടെ ഇഷ്ടം പോലെ കേട്ടോ. ഒത്തിരി മധുരത്തിൽ കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചേർക്കാം. ഞാനിപ്പം ഒരു മീഡിയം മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് ശർക്കര എടുത്തിട്ട് ഒന്ന് ഉരുക്കിയിട്ട് ചൂടോടുകൂടെ തന്നെ അതൊന്ന് അരിച്ച് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവിലോട്ട് ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ ഇതുപോലെ മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനെടുത്തിട്ടുള്ള ശർക്കരയുടെ കളർ ഒരു തരം മഞ്ഞ കളറായിരുന്നു കേട്ടോ. നമ്മൾ ശർക്കര വാങ്ങിക്കുമ്പോൾ കുറച്ച് ഡാർക്ക് കളറുള്ള ശർക്കര വാങ്ങിച്ചാൽ നമ്മുടെ കലത്തപ്പം കാണാനും നല്ല ഭംഗിയുണ്ടാവും. നമ്മുടെ ശർക്കരപ്പാനി നല്ലോണം തിളച്ചിരിക്കുന്നതല്ലേ, അപ്പോൾ അത് നമ്മൾ ഒഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് മിക്സ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ആ ഇരിക്കുന്ന ഭാഗം മാത്രം വെന്ത് പോകട്ടെ. നമ്മുടെ മാവ് പെട്ടെന്ന് വെന്ത് പോകും, പിന്നെ അത് കട്ട പിടിച്ച് നമ്മൾക്ക് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറേ പണിയുണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അരിച്ചൊഴിച്ച ഉടനെ തന്നെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലായിടും നമ്മുടെ ശർക്കരയും അതുപോലെ അരി അരച്ചിട്ടുള്ള ആ ഒരു മാവും എല്ലാം കൂടെ നന്നായിട്ട് യോജിക്കത്തക്ക നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാനിത് ഇതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് ചെറിയ ഉള്ളി, അതായത് നമ്മുടെ കൊച്ചുള്ളി വട്ടത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് എണ്ണയിലൊന്ന് വറുത്തെടുക്കണം കേട്ടോ. നെയ്യ് ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങാക്കൊത്താണ് കേട്ടോ. അപ്പോൾ തേങ്ങ അത് അരിയാനുള്ള മടി കൊണ്ട് ഞാൻ കുറച്ച് കപ്പലണ്ടി ഇരിപ്പുണ്ടായിരുന്നു, തൊലിയൊക്കെ കളഞ്ഞ് വെച്ചത് തന്നെ. അപ്പോൾ അത് ഒന്ന് എടുത്തിട്ടു. തേങ്ങാക്കൊത്ത് ഇഷ്ടമുള്ളവർ അത് തന്നെ ചേർക്കാം കേട്ടോ, കാരണം നല്ല ടേസ്റ്റാണ് തേങ്ങാക്കൊത്ത് ചേർക്കുമ്പോൾ നമ്മളെ കലത്തപ്പം കഴിക്കാനായിട്ട്. രണ്ടിൻ്റെയും കളർ ഒന്ന് ഇതുപോലെ ചേഞ്ചായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ എണ്ണയോട് കൂടെ തന്നെ നമ്മുടെ മാവിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ കലത്തപ്പം തയ്യാറാക്കുന്നത് കുക്കറിലാണ് കേട്ടോ. പാനിലൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഒരു ചെറിയൊരു കുക്കറിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം പഴക്കമുള്ള കുക്കറാണ്, പക്ഷേ ചെറുതായതുകൊണ്ട് തന്നെ നമ്മുടെ കലത്തപ്പം നല്ല ഹൈറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലാണ് കലത്തപ്പം ഉണ്ടാക്കാറ് സാധാരണ. വലിയ കുക്കറിനകത്ത് ഉണ്ടാകുമ്പോൾ നമുക്ക് ഹൈറ്റ് കിട്ടുള്ളൂ കേട്ടോ. കലത്തപ്പം കട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഹൈറ്റ് കിട്ടില്ല, പരന്നതുപോലെ കിട്ടും. അതുകൊണ്ട് കുറച്ച് ചെറിയ പാത്രത്തിനകത്ത് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് എണ്ണ ഒഴിച്ച് എല്ലായിടും ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് ആ നല്ല ചൂടോടുകൂടെ തന്നെ നമ്മുടെ മാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ കുറച്ച് കപ്പലണ്ടിയും ചെറിയ ഉള്ളിയൊക്കെ വറുത്തതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒന്നിട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ നമ്മുടെ ഉള്ളിയും ഫ്രൈ ചെയ്തിട്ട് ഉള്ളിയും കപ്പലണ്ടിയും ഒക്കെ മുകളിൽ തന്നെ നിൽപ്പുണ്ട് കേട്ടോ. ഇനി ഇതാ നമ്മുടെ മാവിൽ നിന്ന് ചെറുതായിട്ട് ബബിൾസൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങും. സൈഡിലൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവും നിങ്ങൾക്ക് ഇങ്ങനെ കുമിളകൾ വരുന്നത്. ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ അടപ്പ് അടച്ചു കൊടുക്കാം കേട്ടോ. വിസിൽ ഊരിയിട്ട് നമുക്ക് കുക്കറൊന്ന് അടച്ചു കൊടുക്കാം. ഞാൻ മുഴുവൻ മാവും കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ, ഒരു പകുതി മാവാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരു അപ്പച്ചട്ടിയിൽ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് കലത്തപ്പം തയ്യാറായി കിട്ടും കേട്ടോ. നമ്മൾ കുക്കറിൽ ആണ് സാധാരണ ആക്കുക, പക്ഷേ അതൊരു 20-25 മിനിറ്റ് ടൈം എടുക്കും. അപ്പോൾ ബാക്കിയുള്ള മാവ് ഞാൻ ഇതുപോലെ അപ്പച്ചട്ടിയിൽ കോരി ഒഴിച്ചിട്ട് അടച്ചു വെച്ച് ചുട്ടെടുക്കുകയാണ്. കണ്ടില്ലേ, നമ്മുടെ കലത്തപ്പം, മിനി കലത്തപ്പം അതും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ടേസ്റ്റൊക്കെ ഒരുപോലെ തന്നെ ആയിരിക്കും, പക്ഷേ നല്ല കുക്കറപ്പം അല്ലെങ്കിൽ നമ്മുടെ കലത്തപ്പം എന്നൊക്കെ പറയുമ്പോൾ കുക്കറിനകത്ത് ഇതുപോലെ എടുക്കുന്നതാണ് കേട്ടോ. ശർക്കരയ്ക്ക് കുറച്ചുകൂടെ കളറുണ്ടെങ്കിൽ ഇതിൽ നല്ല ഭംഗിയുണ്ടാവും. നമ്മുടെ കലത്തപ്പം കാണാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ടേസ്റ്റിന് ഒരു മാറ്റവും ഇല്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ ഇത്.
നല്ല പോലെ ഇതുപോലെ ആരെടുത്തിട്ടുണ്ട്. നമ്മൾ ഇത് അപ്പച്ചട്ടിക്കകത്ത് തയ്യാറാക്കിയാണ് കേട്ടോ, കുക്കറിനകത്ത് ആക്കിയതും. അതുപോലെ നല്ല പോലെ ആരെടുത്ത് തന്നെ വന്നിട്ടുണ്ട്. ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ കലത്തപ്പം കിട്ടേണ്ടത്. ഇതാണ് നമ്മുടെ പെർഫെക്റ്റ് കലത്തപ്പം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആരെടുത്തിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ഇന്ന് തന്നെ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഒത്തിരി സ്നേഹത്തോടെ ബൈ.